ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫസ്റ്റ് നമുക്ക് ഔട്ട്ഫിറ്റ് ഇടാം. ഇതൊരു ബ്ലൂ കളർ, കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ ഷറാറയാണ്. ഇത് ഷോളും പാൻറ്റും അതുപോലെ ഈ ടോപ്പും കൂടി സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് ഫേസും നമ്മുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എനിക്ക് ഹെയർ വലിയ ഇതൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായാലും ഫേസ് സെറ്റ് ചെയ്യാം. അപ്പം ഇപ്പോൾ ഞാൻ ഇടുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഗോൾഡ് കളർ ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് കളറാണ്. എന്തായാലും പിങ്ക് കളറാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇത് നമുക്ക് നോസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് മാത്രം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആകും. അപ്പോൾ അതിനുശേഷം ഫേസസ് കാനഡയുടെ തന്നെ 3-in-1 മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഇത് വേണം കിട്ടാതെ, കാരണം ഈ ഒരു സ്റ്റോപ്പ് ക്രീം എന്ന് പറയുമ്പോൾ നല്ല ഗ്ലോ തരുന്ന സാധനമാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കും, കാരണം എൻ്റെ കയ്യിൽ സ്പോഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പം കുറേ നേരം എടുക്കും. അതിനുശേഷം ഞാൻ ഇടുന്നത് ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ്. അപ്പം കോമ്പാക്റ്റ് പൗഡർ കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം കവിളിലും മുഖത്തും അവിടെ കുറച്ചായിട്ട് ഇടുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസസ് കാനഡയുടെ തന്നെ വീണ്ടും നമ്മുടെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ്. എല്ലാ ഫേസസ് ആണ്. ഇതെല്ലാം ഞാൻ സെറ്റ് കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അത്രയും ഇത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഭയങ്കര വിലയെന്ന് വിചാരിക്കും, പക്ഷെ കുറച്ച് പൈസ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പം അത് എനിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറവിൽ കിട്ടും. വാങ്ങുന്ന സമയത്ത് ബ്രാൻഡ് കൊടുത്തിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ സാധനം ഫേക്കായി പോകാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി സ്റ്റോപ്പ് ക്രീം എടുക്കുന്നത് നമ്മുടെ നോക്സും ചീക്സൊക്കെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റ് ചെയ്യാമെന്നുള്ളവർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ഒഴിവാക്കാവുന്നതാണ്. എനിക്ക് നോക്സൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ ബാലൻസ്, കാരണം ഞാൻ ഇട്ടിട്ട് തീരാറായ സാധനമാണ്. അപ്പം ഈ ഒരു സാധനം എനിക്ക് ഒന്നും കൂടി ഓർഡർ ചെയ്യണമെന്നുള്ളത്, കാരണം വേറെ വാങ്ങിക്കഴിഞ്ഞാൽ അത്ര രീതിക്ക് കംഫർട്ടബിൾ ആവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഐലൈനറും കൂടി വരുന്ന ഒരു കോംബോ സെറ്റാണ്. അപ്പം അത് ഞാൻ അല്ലാണ്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണുക. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് കാണണം കേട്ടോ. അപ്പം അടുത്ത് നമ്മൾ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഐലൈനറൊക്കെ വരയ്ക്കുന്നതിന് മുൻപ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ലാത്ത ഐലൈനർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. എൻ്റെ ഐലൈനർ വാട്ടർ പ്രൂഫാണ്, എന്നാലും ഞാൻ സ്പ്രേ ഒക്കെ ചെയ്തതിന് ശേഷമായിട്ട് ഐലൈനർ വരയ്ക്കുന്നത്. എനിക്ക് നല്ല ചെറിയൊരു പേടിയുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഐലൈനർ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു സ്പ്രേ യൂസ് ചെയ്ത് അതിന് നമ്മളെ ഫേസിൽ നിന്ന് മേക്കപ്പ് പോകും, നമ്മൾ പേടിക്കേണ്ടതേ ഇല്ല, കാരണം അത്രയ്ക്ക് നല്ല സാധനമാണ്. ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടും ഉള്ളതാണ്. അപ്പോൾ ഐലൈനറൊക്കെ വരച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. എനിക്ക് ഹെയർ സ്റ്റൈൽ അങ്ങനെയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എപ്പോഴും കെട്ടുന്ന പോലത്തെ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്